നമസ്കാരം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമായിരിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇതാണ് കക്ക. ഇത് കറുത്ത കക്കയാണ് ട്ടോ. ഇതുപോലെ വെളുത്ത കക്കയുണ്ട് വേറെ. ആ ഈ കക്കയിൽ പുഴുങ്ങി ഇറച്ചിയെടുത്തതിന് ശേഷമുള്ള ഇത്തലാണ് ഈ കാണുന്നത്. ഈ കക്കയുടെ തോടിനാണ് ഇത്തലെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇത് നീറ്റിയെടുത്താണ് കുമ്മായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കക്കകൾ പണ്ടൊക്കെ കിട്ടിയിരുന്നത് പുഴയുടെയും തോടിൻ്റെയും കരികിലുള്ള വീട്ടുകാർക്ക് മാത്രം അത് കിട്ടുള്ളായിരുന്നു. കാരണം വഞ്ചിക്കാണ് കക്ക കൊണ്ടുവരുന്നത്. എന്നിട്ടൊരു പ്രത്യേക സൈസിൽ വഞ്ചിയും ഇട്ട് കുട്ടുമ്പോൾ തന്നെ അറിയാം ഈ കക്കക്കാരൻ വരുന്നുണ്ടെന്ന്. വേഗം പാത്രമൊക്കെ എടുത്തിട്ട് കക്ക വാങ്ങിക്കാൻ പോകും. അന്ന് 25 പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് ഈ കക്ക. പക്ഷേ ആ സമയത്ത് ആ 25 പൈസയും കൂടി ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. അപ്പോഴെങ്ങനെയാണ് കക്ക വാങ്ങിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ പറമ്പിൽ എവിടെയെങ്കിലും ഒരു ഓലമടൽ വീണ് കിടപ്പുണ്ടാവും, അത് കൊണ്ടു കൊടുത്താൽ കക്ക തരുമൊരു. അല്ലെങ്കിൽ ഒരു തേങ്ങ പൊതിച്ച മടൽ കിടപ്പുണ്ടെങ്കിൽ അത് കൊടുത്താലും കക്ക തരും. അങ്ങനെയൊക്കെ വാങ്ങിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. ഞാൻ പോയി വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കക്ക കൊണ്ട് വെക്കണ ഒരു കറിയാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. പണ്ട് സ്ഥിരം ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അപൂർവമായിട്ടുള്ള ആളുകളായിരിക്കുള്ളൂ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുന്നത്. കക്ക ഇപ്പോൾ എല്ലാ നാട്ടിലും കക്ക കിട്ടുന്നുണ്ട്. അന്നൊക്കെ പുഴയരികിൽ മാത്രമേ കിട്ടുള്ളായിരുന്നു. ഈ പുഴയിൽ നിന്ന് തന്നെ എടുക്കണതാണ് ഈ കക്ക. ഈ കറുത്ത കക്ക ഞങ്ങളുടെ അടുത്തുള്ള പുഴയിലൊക്കെ ഉണ്ട്. പക്ഷേ എടുക്കണത് വേറെ ആളുകൾ എടുത്തിട്ട് അവരും വിൽക്കാൻ കൊണ്ടുവരുന്നതാണ്, അപ്പോൾ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ ഈ കക്ക നമ്മൾ പുഴുങ്ങി ഇറച്ചി എടുക്കണം. ഈ കക്ക പുഴുങ്ങണം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ അതറിയാൻ പാടില്ലാതെ ഈ കക്ക കഴുകി എടുത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ച് പുഴുങ്ങാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെളിയൊക്കെ ഉണ്ടാവും, നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ അടുപ്പത്ത് വെച്ച് പുഴുങ്ങണം. അപ്പോൾ അതിൻ്റെ വെള്ളം അതിൽ വരും, കക്കയുടെ വെള്ളം ഉണ്ടാവും അതിൽ. പക്ഷേ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ വെള്ളമാണ്. ആ വെള്ളം കളഞ്ഞാൽ ഈ കക്കയ്ക്കൊരു ടേസ്റ്റും ഇല്ല പിന്നെ. അപ്പോൾ ഈ കക്ക ഇറച്ചി എടുത്തതിന് ശേഷം അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ കക്ക വെള്ളം അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഈ കക്കയുടെ കൂടെ ഒഴിക്കണം. ഒഴിച്ചതിൽ 2 പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് അതൊന്ന് കക്ക വെള്ളത്തിനൊരു ചെറിയ ഉപ്പുണ്ടാവും. പക്ഷേ ആ ഉപ്പ് പോരാതെ വരും. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് 1 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ ചേർക്കാനുള്ള കഷ്ണങ്ങൾ ചേർക്കണം. ഇതിപ്പോൾ ഇതിൽ ചേർത്തേക്കണത് ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു മാങ്ങ, 2 മുരിങ്ങക്കായ, അതൊക്കെ ചേർത്താണ് ഇങ്ങനെ ഈ കറിയാക്കിയേക്കണത്. പക്ഷേ ഇപ്പോൾ ഉള്ള അവർക്കൊക്കെ ഈ കക്ക ഫ്രൈ ആക്കാനുള്ള ഇഷ്ടം. പക്ഷേ കക്ക മിക്കവാറും പേർക്ക് കിട്ടണത് കക്ക ഇറച്ചി എടുത്ത രൂപത്തിലായിരിക്കും കിട്ടണത്. പക്ഷേ അത് എന്ത് ചെയ്താലും ഒരു ടേസ്റ്റ് അതിന് ഉണ്ടാവില്ല. ഈ കക്ക മുഴുവനെ വാങ്ങിയിട്ട് ഇത്തലോട് കൂടിയുള്ള കക്ക വാങ്ങിയിട്ട് അത് പുഴുങ്ങി ഇറച്ചി എടുത്തിട്ട് കറി വെച്ചാലും ഫ്രൈ ആക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണ്ടൊക്കെ ഫ്രൈ ആക്കാറൊന്നുമില്ല, എന്നും ഇങ്ങനത്തെ കറികളാണ് വെക്കണത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പിള്ളേർക്കൊക്കെ ഫ്രൈ ആക്കാനുള്ള ഇഷ്ടം. അന്നൊക്കെ എല്ലായിടത്തും കക്ക കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ റോഡിൽ കൂടിയൊക്കെ വണ്ടിയിലൊക്കെ പോകാറുണ്ട്. പിന്നെ കക്ക ഇറച്ചി എടുത്ത് പാക്കറ്റിലേക്കൊക്കെ വെച്ചേക്കണതാണ്. പക്ഷെ ഞങ്ങളത് വാങ്ങിക്കാറില്ല. അത് വാങ്ങിച്ചാൽ നമുക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെങ്കിലും ഈ കക്കയുടെ വെള്ളം കൂടി ചേർത്തത് റെഡിയാക്കിയാലേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിൽ 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി അല്ലി, ഒരു പിഞ്ച് ജീരകം. പിഞ്ചെന്ന് പറഞ്ഞാൽ 2 വിരൽ കൂട്ടിപ്പിടിച്ചാൽ എത്ര ജീരകം കിട്ടും അത്രയും മാത്രം ചേർത്തിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ വെന്ത് കിടക്കണ കറിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ചാറൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഇതിൽ ചെറിയ ഉള്ളി, 2 ചെറിയ ഉള്ളിയും, പിന്നെ കുറച്ച് വേപ്പിലയും, 2 ഉണക്കമുളകും, കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചാൽ ഇതുപോലത്തെ ഒരു കറിയായിട്ട് കിട്ടും. ഇത് ഒരിക്കൽ വെച്ചവരാരും പിന്നെ ഇത് കിട്ടുമ്പോൾ വെക്കാതിരിക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു നല്ല കറിയാണിത്. ഇനി നിങ്ങൾക്ക് കക്ക കിട്ടുകയാണെങ്കിൽ, പക്ഷേ ഈ കക്ക വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. വെറുതെ പാക്കറ്റിൽ വരുന്ന കക്ക വാങ്ങിച്ച് ഇത് കറി വെച്ചാലും ഫ്രൈ ചെയ്താലും എന്ത് ചെയ്താലും അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല.
അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ കക്ക കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ നന്നായിരിക്കും. ഇപ്പോൾ പുഴയരികത്തല്ലാത്ത വീടുകളുള്ളവർ ചിലർ പുഴയരികിലുള്ള വീടുകളിലൊക്കെ പാത്രം തന്നേൽപ്പിക്കും, ഈ കക്ക വരുമ്പോൾ ഒന്ന് വാങ്ങിച്ച് വെക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. പണ്ട് 25 രൂപക്കാണ്, അല്ല 25 പൈസ, രൂപയല്ലട്ടെ 25 പൈസക്ക് കിട്ടിയിരുന്നത്. ഇന്ന് ഈ കക്ക വാങ്ങിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. അതും ഒരു സ്വല്പം മാത്രമേ കിട്ടുള്ളൂ, അതൊരു കറി വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. താങ്ക് യു.